സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മലയാള സിനിമയുടെ വാഗ്ദാനവും ഇരിക്കട്ടെ. കുറച്ച് വിവരക്കേട് കാണിക്കാനുള്ള വിവരമുണ്ടോ ഇൻ്റർവ്യൂവിന് വിളിക്കും. കുറച്ച് മണ്ടത്തരം കാണിക്കാൻ പറ്റുമോ നിങ്ങൾ വൈറലാവും. സെൻറ്റിമെൻറ്റ്സ് വിറ്റ് കാശാക്കാനുള്ള മൈൻഡ് ഉണ്ടോ നിങ്ങൾ രക്ഷപ്പെടും. ആ ഒരു ഒറ്റ മൈൻഡ് കൊണ്ട് കേരള സിനിമയെ ഇന്ത്യ സിനിമയെ തന്നെ പിടിച്ചു നിർത്താൻ കഴിവുള്ള നമ്മുടെ രേണുസുധിയെ ഈ ഒരു പാട്ടും കൂടെ വരത്തുള്ളൂ. ക്ഷമി ഒരു പൂൾ ഇട്ടിട്ടുണ്ടായിരുന്നു രേണുസുധിയുടെ പുതിയ പാട്ട് വേണമെന്ന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും വേണമെന്നായിരുന്നു പറഞ്ഞത്. പിടിച്ചോ, ഇതും കൂടെ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് അവരെ ഞെക്കി അങ്ങ് പിടിയാം. വീഡിയോയിലോട്ട് എല്ലാവരും ലൈക്ക് ചെയ്തേരെ, സബ്സ്ക്രൈബ് ചെയ്തേരെ. എന്തായാലും 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമുക്കിനി 4K ആണ് ടാർഗറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേരെ. വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ വിവരമൊക്കെ എന്തുവാ? ആരൊക്കെയാ ഇത്? മൊത്തം സെലിബ്രിറ്റികളും ഉണ്ട്. ഇത് കുടുംബയോഗമാണോ? എന്തോ വേണം. രേണു ചേച്ചിയുടെ കുറച്ച് ക്യൂട്ട്നെസ്സും കുറച്ച് വിവരക്കേടും അലിഞ്ചോസ് അണ്ണന്റെ കുറച്ച് പാട്ടും കൂടെ ആയപ്പം പൂർത്തിയായി. നമ്മൾ മാത്രമേ ഇതൊക്കെ പറയുന്നുള്ളൂ. ഇവരുടെ വിവരക്കേട് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് നാട്ടിൽ. അതാ എനിക്ക് വിശ്വസിക്കാൻ ഒക്കാത്ത. കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സത്യം പറഞ്ഞ അവാർഡ് കൊടുക്കണം. വേറെ എന്തോ പറയാനാ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള സിനിമയ്ക്ക് പാട്ടുകൊണ്ട് വാഗ്ദാനം എഴുതി തെളിയിച്ചവൾ. ചിത്ര ചേച്ചിയുടെ ഏക എതിരാളി രേണുസുധി. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുഖം പൂത്തുവിടർന്നു. ഈ പാട്ട് എഴുതിയവർ ഈ റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഒരു സുഖവും കാണത്തില്ല. ഇപ്പൊ കുറെ എണ്ണം ഇതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല നല്ല പാട്ടുകളെ പാടി നശിപ്പിക്കുക. ഇവരൊക്കെ ഉള്ള പാട്ടും കൂടെ നമ്മളെ കൊണ്ട് അങ്ങ് വെറുപ്പിക്കുക. ഇവർക്ക് ഇത്ര നല്ല കഴിവുണ്ടെങ്കിൽ ഇവർക്ക് വീട്ടിൽ ഇരുന്ന് അങ്ങ് പാടിയ പോരെ. എന്തത്തിനാ പാടി റീൽസ് ഇട്ട് നമ്മളെ കൂടെ കാണിക്കുന്നേ? എന്തായാലും ഇപ്പോൾ കുടുംബശ്രീ ചേച്ചിമാർക്ക് ഇതിനേക്കാളും വിവരം വെച്ചു തുടങ്ങി. പിന്നെന്താ ഇവർക്ക് മാത്രം വിവരം വെക്കാത്തേ? ഇവർക്ക് പ്രായം കൂടുന്തോറും ബുദ്ധി കുറഞ്ഞു വരുമോ? ഞാൻ കല്യാണം കഴിക്കാതിരിക്കാം. അതിപ്പോ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. മനസ്സിലാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഇപ്പൊ എനിക്ക് ആൻസർ പറയാൻ പറ്റും. ഇനി അതിന്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. ഇനി അതും കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരാളെയും കൂടെ കിട്ടിയില്ലേ ഇങ്ങനെ റീൽസും വിവരക്കേടും കാണിക്കാൻ വേണ്ടി. ഇതിനിടയിൽ ഞാൻ ഇങ്ങനെ രേണുസുധിയും പറഞ്ഞിട്ടേക്കുന്ന വീഡിയോ ഒക്കെ കുറെ പേര് എടുത്തിട്ടല്ലയോ? ഞാൻ ഫേമസ് ആയോ? എന്തായാലും എന്നെ ഇത്ര പേര് അറിയുന്നൊന്നും ഞാൻ പ്രതീക്ഷയല്ല. വളരെ സന്തോഷം. പിന്നെ നമുക്ക് 3K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കെ. ഞാൻ ആദ്യം പറഞ്ഞിട്ട് തന്നെ 4K സബ്സ്ക്രൈബേഴ്സ് ആണ് അടുത്ത ടാർഗറ്റ്. എല്ലാവരും ആഞ്ഞേക്കിക്കോ. അടുത്ത വിവരക്കേട് എന്താന്ന് നോക്കാം. ആ പാട്ടും കൂടെ അങ്ങ് വെറുപ്പിക്കുക. ഇതിന് ഞാനൊന്നും പറഞ്ഞില്ല. അവരുടെ കമന്റ് തന്നെ നിങ്ങളൊന്ന് നോക്ക്. ഇതൊന്നുമല്ല, താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും കുറെ കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രം എടുത്തത്. എന്തായാലും രേണു ചേച്ചി കമന്റിലൊന്നും എടുത്തില്ല. കാരണം അതിനുള്ള വിവരം ഇല്ല. പിന്നെ ഈ റോസ്റ്റ് ചെയ്യുന്ന കാര്യം കുറെ പേര് പറഞ്ഞായിരുന്നു എന്തിനാ ഇവരെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത്, പാവം അവർ ജീവിച്ചു പൊക്കോട്ടെ എന്നൊക്കെ. പക്ഷെ ഇവർക്ക് തന്നെ റോസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമാണെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ വെച്ച്. അപ്പൊ ഈ ട്രോളന്മാരെ ഇങ്ങനെ ട്രോളൊക്കെ ചെയ്യുമ്പോ എന്താണ് തോന്നാറ്? അത് പിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാണോ അതോ അത് വേദന ഉണ്ടാക്കാറുണ്ടോ? വേദന ഒട്ടുമില്ല, ചിരിയാണ് ഉണ്ടാക്കുന്നത്. ചിരിയാണ് ഇഷ്ടമാണ്. ഞാൻ ചിരിക്കുന്നു, ഇന്ന് ചിരിക്കും ഇതൊക്കെ കണ്ടിട്ട്. ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് സമ്മതോ? പിന്നെ എന്തോ വേണം? പക്ഷെ പറഞ്ഞു പോയി അബദ്ധമാണെന്ന് ചേച്ചിക്ക് മനസ്സിലായി കാണും. കാരണം കുറെ പേര് ഇപ്പൊ ചേച്ചിയെ തന്നെ റോസ്റ്റ് ചെയ്തിടുന്നുണ്ട്. നെക്സ്റ്റ് റീൽസ് കണ്ടിട്ട് തമിഴ് പടം വരെ നമ്മളെ എല്ലാത്തിനും അല്ല ദാസേട്ടൻ വിഗ് വെച്ചോ? പിന്നെ എന്തോ വേണം ഇനി? വിഗ് വെക്കാതെ ദാസേട്ടൻ അങ്ങ് ഫാൻസ് ആയിരുന്നു. ഇപ്പൊ വിഗും കൂടെ വെച്ചോണ്ടെങ്കിൽ ചുന്ദരക്കുട്ടനായില്ലയോ? റീൽസ് കണ്ടിട്ട് തമിഴ് പടം വരെ നമ്മളെ വിളിച്ചിട്ടില്ല. എന്തായാലും കള്ളം പറയുകയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. കോഴിക്കോട്ടുള്ള ഡയറക്ടർ അവിടെ ഒന്നും ആളില്ലാതെ ഇവരെ വന്ന് വിളിച്ചേക്കുന്നു. വിവരമുള്ള ആരും അങ്ങനെയൊന്നും അബദ്ധം കാണിക്കത്തില്ല. ഓക്കെ, അടുത്തേ പൃഥ്വിരാജിന്റെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതീക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല. ഇല്ല. ആറാട്ടന്റെ നായികയാവുമായിരിക്കും അല്ലേ? അറിയത്തില്ല, അത് വിളിച്ചാൽ ചിലപ്പോ ആകുമായിരിക്കും. ഓക്കെ. ഇങ്ങനെ ഒരു താങ്കളുടെ ഒരു പ്രൊഫഷനിലേക്ക് കയറിയപ്പോ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. അവര് ഭയങ്കര
അല്ല ഒന്നും കുറ്റം പറയുന്നതിന് അവര് ഫുൾ സപ്പോർട്ടാണ് എല്ലാ ബന്ധുക്കളും. ഞാൻ അഭിനയിക്കുന്നു. സുധീർ അഭിനയത്തിന് അഭിനയം ഒന്ന് പറയാവോ? അപ്പൊ മറ്റേ എന്താണ് പറയണ്ട. ഇന്റർവ്യൂക്കാർ ചേച്ചി വരെ ഇട്ട് ഊക്കുക. സുധീർ അഭിനയത്തിന് അഭിനയം ഒന്ന് പറയാവോ? അപ്പൊ മറ്റേ എന്താണ് ഈ ഒറ്റ ഒരു ഡയലോഗ് ഈ വീഡിയോ ഞാൻ പറയണമെന്നും പറഞ്ഞോണ്ടിരുന്നത്, അതിപ്പോ ഇവര് തന്നെ അങ്ങ് പറഞ്ഞ്. ഇന്റർവ്യൂക്കാർ ചേച്ചി വരെ ഏറി കയറ്റി, പിന്നെ നമ്മളൊക്കെ ഇവരൊക്കെ വിറ്റ് കാശുണ്ടാക്കുന്നതിന് ഉത്തമ ഉദാഹരണം സത്യം പറഞ്ഞ ഇവര് തന്നെ. എന്താ പറയാൻ, സുചേട്ടന്റെ 2ാം ചരമവാർഷികത്തിന് അവിടെ ഡാൻസും പരിപാടിയും വെച്ച ചേച്ചിയാ ഈ ചേച്ചി. ആ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊന്നും ഒരു ഇതില്ലയോ? സപ്പോർട്ട് ചെയ്തു, അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ കുറച്ച് കൂടുതലല്ലയോ? പിന്നെ ഞാൻ ഇവരെയൊക്കെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞ് കുറെ പേര് എനിക്ക് കമന്റ് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് വായിച്ചു. ഞാൻ എന്റെ അഭിപ്രായം മാത്രം പറയുന്നത്, കേട്ടിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ പൊക്കെ, ഞാൻ നിർബന്ധിച്ചൊന്നും പിടിച്ചിരുത്തുന്നില്ല. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. രേണു ചേച്ചിക്ക് ഇത്രയും വിവരക്കേട് കാണിക്കാമെങ്കിൽ അതിനെ റോസ്റ്റ് ചെയ്തെന്ന പ്രശ്നം. ഒന്ന് ചോദിച്ചോട്ടെ, ഈ പറയുന്നവർക്കൊക്കെ പൈസ കൊടുത്താന്നോ ഇത് പറയിപ്പിക്കുന്നേ? ഇല്ലെങ്കിൽ അവർക്ക് കണ്ണിന് കാഴ്ചയില്ലയോ? എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഒരു 50 പറയും കേട്ടോ, 50 പറയും. പക്ഷെ ബുദ്ധിയെക്കുറിച്ചും വിവരത്തെക്കുറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു 4 വയസ്സ് പറയും, അല്ലെങ്കിൽ 5 വയസ്സ്. അതിനപ്പുറത്തോട്ട് ഞാൻ കൊടുക്കത്തില്ല കേട്ടോ. ചേച്ചിയുടെ ബുദ്ധിക്ക് നിങ്ങൾ പറയുന്ന വയസ്സ് താഴെ കമന്റ് ചെയ്തേരാം, നമുക്ക് നോക്കാം. അല്ല, നേരത്തെ നമ്മൾ രേണുസുധിയുടെ വീഡിയോ ഇട്ടത് 16K ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് അത്രയും വ്യൂ ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്ത് എടുത്തേക്കാം, സപ്പോർട്ട് ചെയ്യുക. 3K സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ. അപ്പം 4K എല്ലാവരും ആഞ്ഞങ്ങ് ഞെക്കിക്കും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അവസാനത്തെ പാട്ടായിരിക്കും ഞാൻ പറഞ്ഞ്. ഇനി രേണുസുധിയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നേ ആയിരിക്കത്തില്ല, കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേരെ, ലൈക്കും ചെയ്തേരെ, ഇൻസ്റ്റ ഈ ID ഫോളോയും ചെയ്തേരെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.